മൊഴിനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്ക് ചെയ്യുന്നതിലധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു ഞങ്ങള്. ഈ പടത്തോടു കൂടിയാണ് ഞങ്ങൾ ഭയങ്കര പരിചയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവര് പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോവായിരുന്നു. കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 8 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളോട്ട് ചെയ്ത് പോയത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിലെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് പ്രാമുഷ. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. എന്റെയും ടോസാബിക്കയുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള മാനേഴ്സ് ഉണ്ടായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പൊ ആ ക്യാരക്ടറിന് വേണ്ടി എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? കാരണം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ അതെ, അത് പറയുമ്പോ തന്നെ ഞൊണ്ടമാണ്. ഇങ്ങനത്തെ ലുക്കാന്ന് ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞൊണ്ടിനാണ് പറയും. പക്ഷെ ഷൂട്ട് തലേ ദിവസമായിട്ടാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം. കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവി തോറും ഓടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റൈല് പറ. അത് ഫസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഫസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിൽ. കാരണം അതിന് മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവന് അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ രാധടിയയിൽ ഒരു സോങ് കെട്ടിൽ ഞാൻ ബാസിലെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടി കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജ് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ പിടിച്ചാൽ മതി, നമുക്ക് കളിച്ച് ചോദിച്ചു ഓക്കെയാണ്. ഓക്കെയാണ്, പക്ഷെ ഇത് നൃത്തം പഠിക്കേണ്ട ഒരു കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക് ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ഒരു സീനാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിൽ ഉണ്ടാൻ മറന്നുപോയി. അപ്പോൾ അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ല ഞൊണ്ടിയില്ലേ. അങ്ങനെയൊക്കെ ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണി കാരണം. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാട്ടിൻ്റെ കുറച്ച് 2 പേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യേണ്ടിണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. കുറച്ച് പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഈ കോയിൻ പരിപാടികളുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കാടിൻ്റെ കുറച്ചൊക്കെ നല്ല രസം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പറഞ്ഞ പോലെ തന്നെ അതിൽ ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ. കുറെ അധികം ചെയ്തത് കണ്ടാ മനസ്സിലാവില്ല. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയില്ല അതുപോലെ തീർക്കും. ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ എന്തിയാ വന്നിട്ട് കാണിച്ചില്ല. നീ കാറായിട്ട് വന്ന് എങ്ങനെയല്ലേ ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചുതരാം. ഇതില് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ
ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ കാരണം ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ ഓരോ ക്യാരക്ടേഴ്സ്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ, മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന, അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിലെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രസും ഒന്ന് കേട്ടത് ഇപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിലും വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണല്ലോ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. ഇൻപുട്ടിന് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കുഞ്ഞു കാര്യം മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിട്ട് നമ്മൾ ഇന്ന് എടുത്തതാണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരില്ല, നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു. സൗബിൻ്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ, അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് എന്ന് പറയാമോ? ഇത് തന്നെ ഇത് നമ്മുടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി ആയിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് ഡയറക്ഷൻ ചെയ്യാന്നുള്ളൊരു പരിപാടിയില്ല. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സിന് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ആരാ പറഞ്ഞ? എന്നോട് പറഞ്ഞു. എനിക്കറിയാം കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കളക്കം പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും.